ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. Bolt.earth എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് EV എങ്ങനെ ചാർജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഡിവൈസുകൾ കേരളത്തിൽ ആയി വരുന്നുള്ളൂ. EV യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ. കാരണം കേരളത്തിൻ്റെ പുറത്തോട്ടൊക്കെ നിങ്ങൾ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ Bolt.earthൻ്റെ EV ചാർജിങ് സ്റ്റേഷനുകൾ ഒരുപാടായിട്ടുണ്ട്. ആദ്യം തന്നെ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ കയറിയതിന് ശേഷം BOLT.EARTH Bolt.earth എന്ന് സെർച്ച് ചെയ്യുക. ഈ സ്ക്രീനിൽ കാണുന്ന ഐക്കണിൽ വരുന്ന ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഒരുപാട് ചാർജിങ് ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് വേണ്ടത് Bolt.earth എന്ന് പറയുന്ന ഈ മുകളിൽ കാണിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ ഫോൺ നമ്പറാണ്. നമ്മുടെ ഫോൺ നമ്പർ അടിക്കുക. അതിനുശേഷം റിക്വസ്റ്റ് OTP എന്നുള്ള അടി കാണുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടെ നമ്മുടെ ഫോണിലോട്ട് OTP വെരിഫൈ ചെയ്യാൻ വരും. ഇനി അഥവാ OTP വരാൻ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ആ ടൈമർ 0 ആവുന്ന സമയത്ത് വീണ്ടും അവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ മതി, OTP വരുന്നതായിരിക്കും. മിക്ക ഫോണുകളിലും ഒരു പോപ്പപ്പ് വരും. അവിടെ അലൗന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ OTP ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നതാണ്. ഇനി അഥവാ വരുന്നില്ലെങ്കിൽ നമ്മുടെ മെസ്സേജിൽ കയറിയിട്ട് ആ OTP അവിടുന്ന് മനസ്സിലാക്കി എടുത്തിട്ട് ഇവിടെ കൊടുന്ന് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ OTP വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. OTP വെരിഫിക്കേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ മിക്കവാറും അടുത്ത പേജിൽ വരുന്നത് റെഫറൽ കോഡ് എൻ്റർ ചെയ്യാനായിരിക്കും. ആ പേജ് മുന്നിൽ വരുന്ന സമയത്ത് ആൾക്കാർ പെട്ടെന്ന് സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ അതിന് താഴെ കാണുന്നത് അടിച്ച് മുന്നോട്ട് പോകാറാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു 50 രൂപ അത് വെറുതെ പോയി കിട്ടും. ഫ്രീ സൈനപ്പ് ബോണസ് ആയിട്ടുള്ള 50 റുപ്പീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ FAZI7322 ഫാസി 7322 എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടെ നിങ്ങളുടെ വാലറ്റിൽ 50 രൂപ ഫ്രീ ആയിട്ട് കയറുന്നതാണ്. നിങ്ങളുടെ വാലറ്റിലോട്ട് മറ്റുള്ള എമൗണ്ട് ഒന്നും കയറ്റേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആദ്യമായിട്ട് ഇത് പഠിക്കാൻ പോവല്ലേ. അപ്പോൾ ടെസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്തായാലും വാലറ്റിൽ ഇപ്പോൾ ഒരു 50 റുപ്പീസ് ഉണ്ട്. ഈ 50 റുപ്പീസ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചാർജ് ചെയ്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത പേജിൽ ചോദിക്കുന്നത് നമ്മുടെ പേരായിരിക്കും. ജസ്റ്റ് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ അവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലോട്ട് കയറും. ആപ്ലിക്കേഷൻ്റെ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് ഒരു ഇന്ത്യയുടെ മാപ്പൊക്കെ ആയിരിക്കും ആദ്യം കാണുക. ഉടൻ തന്നെ നമ്മുടെ ഫോണിൽ ഒരു പോപ്പപ്പ് വരുന്നതായിരിക്കും, അലോ ആക്സസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ചില ഫോണുകളിൽ പോകും. ഫോണിൻ്റെ സെറ്റിങ്സിലോട്ടാണ് പോകുന്ന സമയത്ത് നമ്മൾ പൊതുവേ വിചാരിക്കുക എന്താണ്, അയ്യോ ഞാൻ ചെയ്ത് വെച്ചതൊക്കെ കൊളായി, ഇതെന്തുകൊണ്ട് അങ്ങനെ സെറ്റിങ്സിലോട്ട് പോയി എന്നുള്ളതൊക്കെ ആയിരിക്കും അല്ലേ. നമ്മുടെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ലൊക്കേഷന് ഈ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഓണായി കൊടുക്കണം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഫോണിൻ്റെ സെറ്റിങ്സിലോട്ട് വന്ന സമയത്ത് ഒന്നെങ്കിൽ അവിടെ സെർച്ച് ബാറിൽ മുകളിൽ ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ലൊക്കേഷൻ കണ്ടെത്താം. അല്ലെങ്കിൽ ജസ്റ്റ് മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ ലൊക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ലൊക്കേഷനിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ Bolt.earth എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ 3 ഓപ്ഷൻ വരും. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും അലൗ ലൊക്കേഷൻ ഓൺ വൈൽ യൂസിങ് ദിസ് ആപ്പ് എന്നുള്ളത്. അതിൽ തന്നെയാണോ ഓപ്ഷൻ എന്നുള്ളത് നോക്കുക, അല്ലെങ്കിൽ അതിലോട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് OK ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫോണിലെ സെറ്റിങ്സിൽ തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ Bolt.lite എന്ന് പറയുന്ന അവരുടെ സാധാ പവർ പ്ലഗ് ആണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ബ്ലൂടൂത്ത് ഓണാക്കാൻ മറക്കരുത്. കാരണം മിക്ക Bolt.lite എന്ന് പറയുന്ന അവരുടെ പവർ പ്ലഗ് സോക്കറ്റുകളും വൈഫൈ കണക്ടിവിറ്റി ഇല്ലാത്ത ഡിവൈസ് ആയിരിക്കും. അത് ബ്ലൂടൂത്തിലൂടെ നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ചാർജിങ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയിലൂടെ ചെയ്യുന്നത്. നമ്മളെന്തായാലും ഈ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണല്ലോ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നമ്മൾ ഓണായി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ പവർ പ്ലഗ് സോക്കറ്റിലോട്ട് ഇൻ്റർനെറ്റ് കിട്ടുകയുള്ളൂ. അത് നമ്മുടെ ഫോണിൽ നിന്നായിരിക്കും ആ ഇൻ്റർനെറ്റ് വലിച്ചെടുത്തിട്ട് ചാർജിങ് പ്രോസസ്സും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇൻ കേസ് നിങ്ങളുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ആ ചാർജറിൽ നിന്നും ഒരു തുള്ളി ചാർജ് പോലും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ എത്ര അവിടെ നിന്നിട്ട് കഠിന പരിശ്രമം ചെയ്തിട്ടും ഒരു കാര്യവുമില്ല എന്നാണ് അർത്ഥം. അവരുടെ പുതിയ ഡിവൈസുകളായിട്ടുള്ള Bolt DC ബ്ലൈസിൻ്റെ ഒക്കെ മുന്നിൽ നിന്നിട്ടാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു Bolt DC ലൈറ്റ്നിങ് ചാർജറിൻ്റെ മുമ്പിലൊക്കെ നിന്നിട്ടാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഓൺ ആക്കിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ആ ഡിവൈസിലൊക്കെ ഒന്നെങ്കിൽ സിം പവേർഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കും. നമ്മുടെ മൊബൈലിലെ പോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊരു സിം ഉണ്ടാവും.
അതല്ലെങ്കിൽ വൈഫൈ ആക്സസ് ഉള്ള ഡിവൈസ് ആയിരിക്കും, അതിന് വൈഫൈ കണക്ടിവിറ്റി വഴി ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇനി സൈനപ്പ് പ്രോസസ്സിലോട്ട് തന്നെ വീണ്ടും തിരികെ വരാം. നിങ്ങളുടെ ഫോണിൽ സെറ്റിങ്സിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നേരെ നിങ്ങളുടെ ആപ്ലിക്കേഷനിലോട്ട് വീണ്ടും തിരിച്ച് വരിക. ആപ്ലിക്കേഷൻ വീണ്ടും വന്നിട്ട് ഒന്ന് ഓണാക്കിയാൽ മതി. ചില പുതിയ മൊബൈലുകളാണെങ്കിൽ ആപ്ലിക്കേഷനിൽ ഇരുന്നു കൊണ്ട് തന്നെ അവിടെ തന്നെ ആ മുന്നേ വന്നിട്ടുള്ള ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ടാവും, ഈ അലോ ചെയ്ത് കൊടുക്കാനുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. അത് അവിടെ നിന്ന് തന്നെ അവർക്കും ഡയറക്റ്റ് ഓണായി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പഴയ ഫോണുകളിലാണ് ഈ ഫോണിൻ്റെ സെറ്റിങ്സിലോട്ട് ഇങ്ങനെ ഡയറക്റ്റ് കൊണ്ടുപോകുന്നത്. കുഴപ്പമില്ല, അങ്ങനെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ അങ്ങോട്ട് ലൊക്കേഷൻ ഓണായി കൊടുത്താൽ മതി. അതല്ല പുതിയ ഫോണാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഈ ലൊക്കേഷന് അലോ ആക്സസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് അവിടുന്ന് അലോ എന്നുള്ളതാണ് കൊടുത്താൽ മതി. എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ലൊക്കേഷൻ ഓണായി കൊടുക്കണം ഈ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. അല്ലാതെ നമുക്ക് അവിടുന്ന് ചാർജ് ചെയ്യാനോ ഒരു ഓപ്ഷനോ ഒന്നുമില്ല. ആപ്ലിക്കേഷനിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. പിന്നീട് നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലോട്ട് എന്നും കയറുന്ന സമയത്ത് ആദ്യം നമ്മുടെ ഹോം സ്ക്രീനിൽ ആപ്ലിക്കേഷനിൽ വരുന്നത് ഇന്ത്യയുടെ മാപ്പായിരിക്കും. അതിൻ്റെ നേരെ താഴെ ഒരു QR കോഡിൻ്റെ ചിഹ്നം ഉണ്ടാവും. അതിൻ്റെ ഇപ്പുറം ഒരു തണ്ടർ ബോൾട്ടിൻ്റെ ഒരു ഇടിമിന്നുന്ന ചിഹ്നം ഉണ്ടാവും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് QR കോഡിൻ്റെ തൊട്ടിപ്പുറം ഒരു ആളുടെ ചിഹ്നം കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര് മൊബൈൽ നമ്പറൊക്കെ കാണാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണാം എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള പുതിയ പേജിലോട്ട് കയറുന്നു. അവിടെ നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ആൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴെ ലാസ്റ്റ് നെയിം എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ഒരു ലെറ്റർ അവിടെ കൊടുത്താൽ മതി. അതിൻ്റെ നേരെ താഴെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാനുണ്ട്. അവിടെ എന്തെങ്കിലും, ഇനി നമുക്ക് ഇമെയിൽ അഡ്രസ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു മെയിൽ അഡ്രസ്സ് അവിടെ കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നതോടുകൂടിയാണ് നമ്മുടെ വാലറ്റ്, അതായത് നമ്മുടെ ഫ്രീ ചാർജിങ് എമൗണ്ട് ആയിട്ടുള്ള 50 റുപ്പീസ് ഉള്ള ആ വാലറ്റ് ആക്ടിവേറ്റ് ആവുന്നത്. നേരത്തെ എഡിറ്റ് പ്രൊഫൈലിൽ നിന്ന് കണ്ട ആ ഒരു പേജ് ഉണ്ടല്ലോ, അവിടെ ഒന്ന് മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ വാലറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിലുള്ള എമൗണ്ട് ആയിട്ടുള്ള 50 രൂപ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി കൂടുതൽ ക്യാഷ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അവിടെ ആഡ് മണി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ വേണ്ടത് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെ നിങ്ങൾ ഏത് ഓപ്ഷൻ വഴിയാണ് ഈ വാലറ്റിലോട്ട് ക്യാഷ് ഈ പറഞ്ഞത് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരുപാട് മെത്തേഡ്സ് വഴി ഇതിലോട്ട് ക്യാഷ് ആഡ് ചെയ്യാൻ പറ്റും. പൊതുവേ നമ്മൾ ചെയ്യാറ് ഗൂഗിൾ പേ ആണല്ലോ, അതൊക്കെ അതിന് താഴെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗൂഗിൾ പേയുടെ ആപ്ലിക്കേഷനിലോട്ട് കയറും. നിങ്ങൾ എത്ര രൂപയാണോ അവിടെ അടിച്ചത് അത് ഗൂഗിൾ പേയിൽ കാണും. ജസ്റ്റ് UPI പിന്നും കാര്യങ്ങളും അടിച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ട് നേരെ ഗൂഗിൾ പേയിൽ നിന്നും നമ്മുടെ ഈ വാലറ്റിലോട്ട് കയറുന്നതാണ്. ഗൂഗിൾ പേ വഴി നമ്മൾ ടോപ്പപ്പ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ എക്സ്പയർ ആയി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. അത് പെർമനൻറ്റ് എമൗണ്ട് ആയിട്ട് അതവിടെ കിടക്കും. അത് ഉപയോഗിച്ചാലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മുടെ റെഫറലായിട്ട് കിട്ടിയിട്ടുള്ള ഈ 50 റുപ്പീസ് ഉണ്ടല്ലോ, അതിന് വാലിഡിറ്റി ഉണ്ട്. ഒരു മാസം വരെയാണ് വാലിഡിറ്റി. അതിനുള്ളിൽ നിങ്ങളൊന്ന് ടെസ്റ്റിംഗ് പർപ്പസിനെങ്കിലും ഒന്ന് ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ ആ 50 രൂപ പോയി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഇനി നിങ്ങൾക്കും നിങ്ങളുടെ വാലറ്റിൻ്റെ സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ അവിടെ റെഫർ ആൻഡ് ഏൺ എന്ന് കാണാം. അവിടെ നിങ്ങളെ ഫ്രണ്ട്സിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെഫറൽ കോഡ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ടൈപ്പ് ചെയ്തിട്ട് അവർ നിങ്ങളുടെ റെഫറൽ കോഡിൽ എൻ്റർ ചെയ്തിട്ട് അവരുടെ ആദ്യ ചാർജിങ് നടത്തുന്ന സമയത്ത് നിങ്ങളുടെ വാലറ്റിലോട്ട് 50 റുപ്പീസ് വാലറ്റിലോട്ട് ഫ്രീ ആയിട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. അങ്ങനെ ഒരുപാട് പേരെ നിങ്ങൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എമൗണ്ട് നിങ്ങളുടെ വാലറ്റിൽ കിട്ടും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഈ എമൗണ്ട്, വാലറ്റിൽ കിട്ടുന്ന ഈ എമൗണ്ട് കൊണ്ട് നിങ്ങളുടെ EV ചാർജ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ബാങ്കിലോട്ട് മാറ്റിയെടുക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. ആ എമൗണ്ടിനാണെങ്കിലോ എക്സ്പയറി ഡേറ്റും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസമായിരിക്കും നമ്മുടെ എക്സ്പയറി ഡേറ്റ്. എപ്പോഴാണോ ഈ എമൗണ്ട് വന്ന് കയറിയത് അന്ന് മുതൽ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് എക്സ്പയർ ആയി പോകും. ഇനി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ EV എങ്ങനെ ചാർജ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ആപ്ലിക്കേഷനിൽ കയറുന്ന സമയത്ത് തന്നെ ഹോം പേജിൽ നമുക്ക് QR കോഡ് കാണാം. ഒന്നെങ്കിൽ QR കോഡ് വെച്ചിട്ട് മെഷീൻമെന്ന് നമുക്ക് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ ആ മാപ്പിൽ നമ്മൾ ലൊക്കേഷന് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ മാപ്പ് കാണിച്ചു തരും നമ്മളെ ലൊക്കേഷനിലുള്ള ആ ചാർജർ. അപ്പോൾ അതിൽ കറക്റ്റ് ആ ചാർജർമേ തന്നെ പോയി ക്ലിക്ക് ചെയ്യണം കേട്ടോ. വേറെ ഏതെങ്കിലും ചാർജർമേ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ചാർജിങ് സ്റ്റേഷനിലായിരിക്കും അത് ഓണാവുക. ഏറ്റവും നല്ലത് ആ നടുവിൽ കാണുന്ന QR കോഡിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ക്യാമറ ഓണാവും. അത് നമ്മുടെ മെഷീനിലുള്ള QR കോഡ് നേരെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും.
ഇതിപ്പോൾ ബോൾട്ട് DC ബ്ലേസ് എന്ന് പറയുന്ന മെഷീനിൽ ടൈപ്പ് 7 ഗണ്ണിൽ ഞാൻ ക്ലിക്ക് ചെയ്തതാണ്. ഇവിടെ ഈ ബുക്ക് ചാർജർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. നമുക്ക് ഏത് ഗണ്ണാണ് വേണ്ടത് അതിൽ ബുക്ക് ചാർജർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 വീലർ ആണെങ്കിൽ 2 വീലർ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പുതിയതായിട്ട് ചെയ്യുകയല്ലേ, അപ്പോൾ അവിടെ ആഡ് ന്യൂ വെഹിക്കിൾ എന്നുള്ളത് കാണാം അടിയിൽ, അതിൽ തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ആഡ് ന്യൂ വെഹിക്കിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെഹിക്കിൾ നെയിം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ വണ്ടിയുടെ ബ്രാൻഡിൻ്റെ പേര്, അതുപോലെ തന്നെ ഏത് വേരിയൻറ്റ് വെഹിക്കിളാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. മിക്ക വണ്ടികളിലും അത് ഓട്ടോ ആയാലും ഏത് കമ്പനിയുടെ വണ്ടികളാണെന്നുണ്ടെങ്കിലും പല വേരിയൻറ്റുകളുണ്ട് അല്ലേ, പല ബാറ്ററി വേരിയൻസ്. ആ ബാറ്ററി വേരിയൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ നോക്കിയിട്ട് കൊടുക്കണേ. ഫസ്റ്റ് ടൈമിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്താണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുക. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യണ സമയത്ത് അവിടെ സെലക്ട് വെഹിക്കിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ വണ്ടിയുടെ മുന്നേ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ വണ്ടിയുടെ പേരും കാര്യങ്ങളും വരും. അവിടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും ചെയ്യണ്ട. നിങ്ങളെ വണ്ടിയുടെ പേരും ഏത് വേരിയൻറ്റ് വണ്ടിയാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആഡ് വെഹിക്കിൾ കൊടുത്തിട്ട് പിന്നെ അതിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് മുകളിലോട്ട് വരുന്ന സമയത്ത് കാണാം പ്ലീസ് സെലക്ട് ചാർജിങ് ടൈം എന്നുള്ളത്. അത് സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ വാലറ്റിലുള്ള എമൗണ്ടിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ മനസ്സിലാവും. കാരണം വാലറ്റിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ 17 രൂപയുള്ളത്, മുകളിൽ കോസ്റ്റ് എന്നുള്ളിടത്ത് ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് 14 രൂപ എന്നുള്ളത് കാണിച്ചു. താഴോട്ട് ഡ്രാഗ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ പേയ്മെൻറ്റ് സമ്മറിയിൽ 14 രൂപ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ 17 രൂപയിൽ 14 രൂപയ്ക്ക് എന്തായാലും ചാർജ് ചെയ്യാൻ പറ്റും. ബുക്ക് ചാർജർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ക്രീനാണ് വരിക. അവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ വണ്ടിയുടെ ടൈപ്പ് 6 DC കണക്ടറാണ് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടെ സ്റ്റാർട്ട് ചാർജിങ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാർജിങ് സ്റ്റാർട്ടാവും. ഇനി ബോൾട്ട് ലൈറ്റിൻ്റെ പവർ പ്ലഗ് സോക്കറ്റാണ് നിങ്ങൾ ഓണാക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഓണാക്കാൻ മറക്കരുത് കേട്ടോ. ഫോണിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഓണാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും കുറേ നേരം. ചാർജറിൽ ചിലപ്പോൾ QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ബ്ലൂ കളറൊക്കെ ആയിട്ട് മാറുന്നത് കാണാം. പക്ഷേ അവിടെ ചാർജിങ് സ്റ്റാർട്ട് ആവണമെന്നുണ്ടെങ്കിൽ ആ ഡിവൈസിലോട്ട് ഇൻ്റർനെറ്റ് ആക്സസ് വരണം. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ആക്സസ് ഇല്ലാത്തത് കൊണ്ടാണ് ആ മെഷീനിൽ ആ സമയത്ത് ബ്ലൂ കളറ് കാണിക്കുന്നത്. നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഓൺ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ വണ്ടിയുടെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിനുശേഷം ബുക്ക് ചാർജർ എന്നുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. ചാർജിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ പഞ്ച് EV ബോൾട്ടിൻ്റെ സാധാ പവർ പ്ലഗ് സോക്കറ്റിലാണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരു സാധാരണക്കാരനും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അവരുടെ EV ചാർജ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം തന്നെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് രൂപത്തിൽ അറിയിക്കാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ കമൻറ്റ് റിപ്ലൈ കിട്ടിയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ I am going to signing off. This is your friend ഫാസി മുഹമ്മദ്.